ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ കുറച്ചായി ലോങ് വീഡിയോ എടുത്തിട്ട്. സംഭവം വലിയ വ്യൂസ് ഒന്നും കിട്ടാത്തതുകൊണ്ട് എന്തിനാ ഇപ്പോൾ ലോങ് വീഡിയോ ഒക്കെ എടുത്തിട്ട് അങ്ങനെ തോന്നും. പക്ഷേ ഞാൻ പലപ്പോഴും ഇപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം എടുത്ത വീഡിയോ എടുത്തപ്പോൾ നോക്കുമ്പോൾ രസമാണ്. നമുക്ക് മുന്നേ ഉള്ള വീഡിയോ ക്ലിപ്സ് കാണുമ്പോൾ നമുക്ക് എപ്പോഴും നല്ല രസമല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് കുറച്ച് കാര്യങ്ങളുണ്ട്. ഇന്ന് എനിക്ക് എൻ്റെ പാസ്പോർട്ട് വാങ്ങിക്കാൻ വേണ്ടി പോകണം. പാസ്പോർട്ടിൽ ഞാൻ അവിടെ പോയിട്ട് എന്താണെന്ന് പറയാം. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി പോകണം. പിന്നെ ഈ മാസം ഇതുവരെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്നിച്ച് ഓഫ് കിട്ടാത്തതുകൊണ്ട് ഞങ്ങളുടെ ഗ്രോസറി ഷോപ്പിംഗ് ഒന്നും നടന്നിട്ടില്ല. ഞാൻ എൻ്റെ ഫ്രിഡ്ജ് കാണിച്ചു തരാം. ഫുൾ കാലിയാണ്, ഒരു സാധനങ്ങളും ഉണ്ടില്ല. അപ്പം ഇനി എന്തെങ്കിലും പോയി മേടിച്ചിട്ട് സാധനങ്ങളൊക്കെ റീസ്റ്റോക്ക് ചെയ്യണം. അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എൻ്റെ ഇത് കാണുമ്പോൾ എൻ്റെ കണ്ണിൽ ഭയങ്കര ഡാർക്ക് സർക്കിൾസ് ഉള്ള പോലെ ഉണ്ട്, പക്ഷെ അത്രയൊന്നുമില്ല. ഇതെന്താണ് ഇങ്ങനെ? എന്തായാലും ആവട്ടെ. അപ്പോൾ ഇന്ന് അതിനൊക്കെ പോകണം. അപ്പോൾ ഇപ്പോൾ തന്നെ സമയം അത്യാവശ്യമായിട്ടുണ്ട്. ഇനിയിപ്പോൾ റെഡി ആയിട്ട് പോവാം. അപ്പോൾ നമുക്ക് പോയിട്ട് ഏത് ഡ്രസ്സ് ഇടണം, എങ്ങനെ ഇടണം, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ നമുക്ക്. ഇവിടെ നോക്കി റോസാപ്പൂക്കളൊക്കെ ഇരിഞ്ഞുണ്ട്. ഞാനിതിങ്ങനെ വിരിയുമ്പോൾ നല്ല കുറേ പൂവായിട്ട് വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചു. അതൊന്നും എനിക്ക് കാണാൻ പോലുള്ള സമയം കിട്ടില്ല. അതെൻ്റെ തെറ്റാണ്. രാവിലെ നേരത്തെ എണീച്ചാലേ പോകുന്നതിൻ്റെ മുന്നേ വീഡിയോ എടുത്ത് പോകാൻ പറ്റുള്ളൂ. അത് ചെയ്യില്ല, ഓരോ ഓട്ടമാണല്ലോ എപ്പോഴും. ഈ പൂ നല്ല രസമല്ലേ കാണാൻ. കഴിഞ്ഞ വർഷം അമ്മമ്മ ഇവിടെ ഒരു മറ്റേ വലിയ പൂച്ചട്ടി ഉണ്ടല്ലോ, എന്താപ്പം അതിന് പറയുക, അതൊക്കെ തൂക്കിയിട്ടുണ്ടായി. ഈ വർഷമൊന്നും തൂക്കിയില്ല. കഴിഞ്ഞ വർഷം ഇവിടെ നല്ല ഭംഗിയായിരുന്നു മൊത്തത്തിൽ കാണാം. മേ ബി കുറച്ച് കഴിയുമ്പോഴത്തേനൊക്കെ ചെയ്യുമായിരിക്കും. അപ്പം എന്തായാലും പോയിട്ട് റെഡി ആവാം. അപ്പോൾ നമുക്ക് റെഡിയാവാം. എനിക്ക് വല്ലാണ്ട് അടിപൊളിയായിട്ട് മേക്കപ്പ് ചെയ്യാനൊന്നും എനിക്കറിയില്ല. എനിക്കിതുകൊണ്ട് കൂടെ എന്താ തോന്നിയിട്ടുള്ളതെന്നറിയോ? യൂഷ്വലി ഇപ്പം ഞാൻ മുഖം കഴുകി കഴിയുമ്പോൾ നമുക്കൊരു ഭയങ്കരമായിട്ടൊരു വലിച്ചില പോലെ തോന്നില്ലേ. അപ്പം ആ സമയത്ത് കുറച്ച് എനിക്ക് തോന്നുന്നു വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് ഉപയോഗിക്കുമ്പോഴാണ് ഒരു സുഖം തോന്നുക. ലൈക്ക് സ്കിന്നിനൊരു സുഖം തോന്നും പൊതുവെ. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരൊറ്റ മോയ്സ്ചറൈസറുള്ളൂ. അത് മറ്റേ പോൺസിൻ്റെ മോയ്സ്ചറൈസറായിരുന്നേ. അതിവിടെ കിട്ടാനില്ല. പിന്നെ ഞാനിവിടുന്ന് കുറേ എണ്ണം ട്രൈ ചെയ്ത് നോക്കി. എനിക്കങ്ങനെ പറ്റിയത് ഒരെണ്ണം എനിക്ക് കിട്ടിയില്ല. സോ ഞാനിത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ സ്കിന്ന് ഭയങ്കര ഹൈഡ്രേറ്റഡ് ആയ പോലെ തോന്നും. അതൊരു കാര്യം. പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് സൺ ടാൻ ആയ സമയത്ത് ഞാൻ വൈറ്റമിൻ സി സെറൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ടായി. ഇപ്പം അത് കഴിഞ്ഞു. ഞാൻ വേറെ വാങ്ങിക്കാതെ നിന്നില്ല. പിന്നെ ഇത് ഹൈലറോണിക് ആസിഡ്. എൻ്റെ കയ്യിൽ ഇത് വേറെ ഒരെണ്ണം കൂടി ഉണ്ട്, മറ്റേ ഓർഡിനറിയുടെ. പക്ഷെ കൈ കിട്ടിയത് എടുത്തതെന്നുള്ളൂ. ഇതും നമ്മുടെ സ്കിന്നിൽ ലൈക്ക് വാട്ടറിനെ ലൈക്ക് ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇതുകൊണ്ട് വേറെ ഗുണം വല്ലതും ഉണ്ടോയെന്ന് വെച്ചാൽ എനിക്കറിയില്ല. ബട്ട് എന്തെങ്കിലും ഒരു ഗെറ്റ് റെഡി വീഡിയോക്കെ എടുക്കുമ്പോൾ ഇടുമ്പോൾ കാണിക്കാൻ എന്തെങ്കിലുമൊക്കെ വേണ്ടേ. അങ്ങനെയല്ല കേട്ടോ, ഞാനിതിപ്പോൾ കുറച്ച് രണ്ട് മാസമൊക്കെ ആയിട്ട് ഞാൻ ഉപയോഗിക്കുന്നതാണ്. വൈറ്റമിൻ സി സെറം കഴിഞ്ഞു. പിന്നെ അതേ റീസ്റ്റോക്കൊന്നും ഞാൻ ചെയ്തില്ല. പിന്നെ ഇതൊക്കെ ഇപ്പം നമ്മൾ എന്ത് യൂസ് ചെയ്യുകയാണെങ്കിലും അത് നമ്മുടെ സ്കിന്നിന് ഓക്കെ ആണോ എന്നുള്ളതനുസരിച്ചിട്ട് വേണം എല്ലാവരും ഇങ്ങനത്തെ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് മുഖത്ത് തേക്കാൻ. ചില ഡോക്ടേഴ്സിൻ്റെ ഒക്കെ വീഡിയോസ് കണ്ടപ്പോൾ അവരതിലിങ്ങനെ പറയുന്ന കേട്ടു, നമുക്കങ്ങനെ പ്രത്യേകിച്ചൊന്നും അങ്ങനെ സ്കിന്നിന് വലിയ സ്കിൻ കെയർ എന്ന് പറഞ്ഞാൽ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒരു മോയ്സ്ചറൈസറും സൺസ്ക്രീനും ആവശ്യമുള്ളൂ. സോ ഞാൻ ഇതൊക്കെ അടിപൊളിയാണെന്ന് പറഞ്ഞാൽ റെക്കമെൻഡ് ചെയ്യുന്നൊന്നുമില്ല. ഞാൻ യൂസ് ചെയ്തിട്ട് എൻ്റെ സ്കിന്നിനൊന്നും പറ്റിയില്ല. വലിയ ചേഞ്ച് ഉണ്ടോയെന്ന് ചോദിച്ചാൽ അതും എനിക്ക് പറയാനറിയില്ല. പിന്നെ ഇത് ഞാൻ നമ്മുടെ ഒരു കൊറിയൻ ആപ്പ് ഉണ്ടല്ലോ, യെസ് സ്റ്റൈൽ. അപ്പോൾ അതൊരു കൊറിയൻ ബ്രാൻഡാണ്, പ്യൂരിറ്റോ എന്നാണ് ഇതിൻ്റെ പേര്. മൈറ്റി ബാംബൂ പാത്തനോൾ ക്രീം. ഇതൊരു മോയ്സ്ചറൈസിങ് ഫേഷ്യൽ ക്രീമാണ്. ഇത് ഞാൻ ഇപ്പോൾ റീസെൻ്റായിട്ട് ഉപയോഗിച്ച് തുടങ്ങിയതാണ്. ഞാനിങ്ങനെ ഇപ്പം എനിക്ക് സമ്മറായി കഴിഞ്ഞാൽ എൻ്റെ സ്കിന്ന് കുറച്ച് നോർമൽ ടു ഓയിലി ആവും.
പിന്നെ വിൻ്റർ ആയി കഴിയുമ്പോൾ അത് നോർമൽ ടു കുറച്ചൊരു ഡ്രൈ ആവും. അങ്ങനെയാണ് ഇവിടെ വന്നതിന് ശേഷം എൻ്റെ സ്കിന്ന്. നാട്ടിലായിരുന്ന സമയത്ത് എപ്പോഴും കുറച്ചൊരു ഓയിലി ആയിട്ടായിരിക്കും എപ്പോഴും സ്കിൻ ഉണ്ടായിരിക്കുക. അപ്പോൾ ഇവിടേക്ക് വന്നേ പിന്നെയാണ് ഇങ്ങനത്തെ ഒരു ചേഞ്ച് വന്നത്. അപ്പോൾ നമുക്ക് വിൻ്ററിൽ എൻ്റെ ഡിഫറെൻറ്റ് സാധനങ്ങളും സമ്മറിൽ വേറെ സാധനങ്ങളാണ് എപ്പോഴും ഉപയോഗിക്കേണ്ടി വരിക. സൺസ്ക്രീൻ, ഇത് ബ്യൂട്ടി ഓഫ് ജോൺസന്റെ പുവർ ഫ്രഷ് റൈസ് പ്ലസ് B5 സൺസ്ക്രീൻ ആണ്. ഇത് സൺസ്ക്രീൻ ആണ്. സൺസ്ക്രീൻ ഞാൻ അത്യാവശ്യം നല്ലോണം വാരി പൊത്താറുണ്ട്. ഞാൻ ഇത് ഒട്ടും കോൺഷ്യസ് അല്ലായിരുന്നു ഒരു കാര്യങ്ങളും. ഞാൻ ശരിക്കും ഞാൻ ടാനിൻ്റെ ഒരു എന്താ പറയുക ഡെപ്ത് അല്ലെങ്കിൽ ഒരു എന്തൊക്കെ പറയാം, അത് ഞാൻ മനസ്സിലാക്കിയത് സ്ട്രൈക്കിന് ആ റോഡ് സൈഡിൽ പോയിട്ട് ആ വെയിലത്ത് നിന്ന സമയത്താണ്. കുറച്ചൊരു വാട്ടർ അങ്ങനത്തെ ഒരു ഇതാ തോന്നാം. അല്ലാതെ ഭയങ്കര ഓയിലായിട്ട് തോന്നില്ല. അപ്പോൾ ഈ ലൈറ്റ് കാണുമ്പോൾ ഓയിലായിട്ട് തോന്നാനാണോ എന്ന് അറിയില്ല. പക്ഷേ അല്ലാണ്ട് നമുക്ക് ഓയിലായിട്ടും തോന്നില്ല. ചെറിയ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇതിന് പ്രത്യേകിച്ച് കളറൊന്നുമില്ല കേട്ടോ. കൺസീലർ സെഫോറയുടെ ബെസ്റ്റ് ഇൻ എവർ മൾട്ടി യൂസ് കൺസീലർ ഷെയ്ഡ് 17N ആണ്. ഇതെനിക്കല്ല പെർഫെക്റ്റ് ആയിട്ട് ചേരുന്ന ഒരു കൺസീലറാണ്. പിന്നെ ഇത് സെഫോറയുടെ തന്നെ ഒരു ലിപ് ലൈനറാണ്, ട്രാൻസ്ഫർ പ്രൂഫ് ലിപ് ലൈനറാണ്. 16 വെരി ചെറി, അതാണ് ഇതിൻ്റെ ഷെയ്ഡ്. ഇതെനിക്ക് ചേരുമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. ഞങ്ങൾ രണ്ടും എടുത്ത്. ഇത് ലോറിയൽ പാരിസിൻ്റെ 645 ക്രഷ് അലേർട്ട്. ഇത് എനിക്ക് ഒട്ടും ചേരാത്തൊരു ലിപ്സ്റ്റിക്കാണ്. പക്ഷേ ഞാൻ ഈ ലിപ് ബാം വെച്ചിട്ട് ഒന്ന് ട്രൈ നോക്കട്ടെ. സെയിം ലിപ്സ്റ്റിക്ക് വെച്ച് ഞാനൊരു ഐഷാഡും കൂടി ഇട്ടിട്ടുണ്ട്. നമുക്ക് കണ്ണെഴുതാം. ശരിയാവില്ല, ഞാൻ പോയി കണ്ണെഴുതിയിട്ട് വരാം. കണ്ണെഴുതി കൊള്ളാവോ? ഇനി നമുക്ക് കമ്മലിടാം. ഇതിൽ പിങ്കിൻ്റെ ഒരു സെറ്റുണ്ട്, പിന്നെ ഇതും ഉണ്ട്. ഈ പിങ്കിൽ ഏതെങ്കിലും ഇട്ട് വെക്കാതെ പക്ഷേ അത് മതി. ഇതൊക്കെ ഒരു കുറവുണ്ടല്ലേ, ഭയങ്കര ഓയിലായിട്ടിരിക്കണേ. ഞാൻ അതിൻ്റെ മേലെ കുറച്ച് നമ്മുടെ സാധാ ടാൽക്കം പൗഡർ ഇല്ലേ അത് കുറച്ച് വരട്ടെ. എനിക്കിവിടെ മാത്രമേ വെളിച്ചുള്ളൂ, കാരണം പക്ഷെ ഇവിടെ ആണെങ്കിൽ സോഫ ഇരിക്കുകയാണ്. ഇത് സൗണ്ട് ഒന്ന് കുറച്ചറാ. ഇവിടെ ആണെങ്കിൽ സോഫ ഇരിക്കുകയാണ്. അപ്പോൾ ആ ടേബിൾ എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇട്ടാലാണ് എനിക്ക് ഇവിടെ ഇരുന്ന് കുറച്ച് വെട്ടത്തിൽ എനിക്ക് ഈ വീട്ടിലെ വെളിച്ചത് ഈ വെളിച്ചമാണ്. ഈ വെളിച്ചത്തിൽ ഒന്നും കാണാൻ പറ്റില്ല. ഞാൻ ഒക്കെ മാറ്റിയിട്ട് വെള്ള ലൈറ്റ് ഇട്ടാലും ഇതോ ഈ വീഡിയോ എടുത്തുകൊണ്ടിരുന്നാൽ പോകാൻ നേരത്തിൻ്റെ ഫോണിൽ ചാർജ് ഉണ്ടാവില്ല. ഞാൻ ഫോണിൽ ചാർജ് ചെയ്യട്ടെ. ഓൾ സെറ്റ്, ലൈറ്റൊക്കെ ഓഫാക്കി നമുക്ക് ഇറങ്ങാം. ഇപ്പോൾ സമയം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇപ്പോൾ സമയം 12:20 ഒക്കെ ആയാലും. ഇത് 12:15. ഇനി നമ്മൾ അവിടെ എത്തുമ്പോഴത്തേന് 1.5-2 മണിക്കൂർ പിടിക്കും. അപ്പോൾ അതുവരെ വിശപ്പ് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം. അപ്പോൾ നമുക്ക് ടിമോട്ടൻസിൽ വന്നപ്പോൾ ഫ്രണ്ടിക്ക് നോക്കിയപ്പോൾ ഭയങ്കര തിരക്കാണ്. അപ്പം എന്ന് വിചാരിച്ച് നമുക്ക് ഫോണിൽ ഓർഡർ ചെയ്തിട്ട് പോയിട്ട് പിക്കപ്പ് ചെയ്യാമെന്ന്. അങ്ങനെ ഇപ്പോൾ തപ്പിക്കൊണ്ടിരിക്കുക. ഇത് തപ്പിക്കൊണ്ടിരിക്കുന്ന നേരത്തെ ഇവിടെ ക്യൂ നിന്നെങ്കിൽ അതും അയ്യനെ എന്തെങ്കിലും ആയമേതോ
ചെറിയ സ്ഥലങ്ങളിലൊന്നും ചേട്ടാ ഇറങ്ങൂലേ അല്ലേ ചേട്ടാ? ഇന്നെ ടീഷർട്ടൊക്കെ ഒരു മെനകേടായിട്ട് എടുക്കണേ. ഞാൻ പോയിട്ട് സാധനം മേടിച്ചിട്ട് വരാം. മിഥുന് കോഫി, എനിക്ക് റാപ്പ്. അല്ല ഞാൻ അവിടെ നിന്ന് പോയിരുന്നില്ലേ. അപ്പം ഞാൻ അങ്ങനെ പോകുമ്പോൾ ഒരു അപ്പ ഇവിടെ ഉണ്ടായിരുന്നിട്ടാ. അപ്പം ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളൂ. പുള്ളി എൻ്റെ ബാക്കിലാണ്. അപ്പോൾ പുള്ളി എന്നെ കണ്ടപ്പോൾ ഹായ് പറഞ്ഞു. ഞാൻ ഹായ് പറഞ്ഞു. ഐ ഗെറ്റ് ദ ഡോർ ഫോർ യു എന്ന് പറഞ്ഞിട്ട് പുള്ളി പോയി ഡോർ തുറന്ന്. ഞാൻ പുള്ളിയുടെ ഫ്രണ്ട് നിൽക്കണേ. ഞാൻ ഡോർ വിളിച്ചെങ്കിൽ പുള്ളി എനിക്ക് ഡോർ തുറന്നോടാ. എന്താ അല്ലേ, ഞാനാണ് ഡോറിന്റെ ഫ്രണ്ടിലായിട്ട് പോലും പുള്ളി എനിക്ക് വന്നിട്ട് അത് ഗെറ്റ് ദ ഡോർ ഫോർ യു എന്ന് പറഞ്ഞിട്ട് എനിക്ക് തുറന്നു തന്ന്. പക്ഷെ പ്രായമുള്ളൊരു അപ്പൂപ്പനാ. എന്തായാലേ $1 ആയോ? ഇത് ഇത്ര കുഞ്ഞായോണ്ടാണ് $3 തന്നെ വെറുതെ. കുഞ്ഞു കഷ്ണുള്ളൂ. ഞാൻ ഇന്നലെ വൈകുന്നേരം 6 മണിക്ക് ഫുഡ് കഴിച്ചതാണ്. ഇപ്പൊ സമയം 12:30. എനിക്ക് വിശക്കും, സ്വാഭാവികം. നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു 10 മിനിറ്റ് നടക്കാണ്ട്. നമ്മൾ ഫുഡ് കഴിച്ചു. ഫുഡ് കുഴപ്പമുണ്ടായിരുന്നില്ല. അങ്ങനെ ഫുള്ള് കഴിക്കാൻ പറ്റിയില്ല. കുറച്ച് പാത്രത്തിലാക്കി. വീട്ടിലെത്തുമ്പോഴത്തേനും കേടുവരുമെന്നും അറിയില്ല. നമുക്ക് കോസ്കോ പോകാനുണ്ട്. കോസ്കോ പോകണം മുന്നേ നമുക്ക് വേറെ എവിടേക്കെങ്കിലും കൂടി പോകാൻ സമയം ഉണ്ടാവുമെന്ന് നോക്കുകയാണ്. തുറക്കടോ. അങ്ങോട്ട് വയ്ക്കോ? കാറിലൊരു കുട്ടികളുടെ കാർ സീറ്റ് ഉണ്ട്. അതെന്തുകൊണ്ടാണ്? നമ്മുടെ ദീപക്കേട്ടൻ്റെ കാർ കേടുവന്നുകൊണ്ട് കുഞ്ഞാമേനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലിൽ പോകാനും ചേച്ചീനായിട്ട് പോകാനൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ കാർ സീറ്റ് ഈ വണ്ടിയിലാണ് എപ്പോഴും. അതുകൊണ്ടാണ് അവിടെ കാർ സീറ്റ്. നമ്മളിപ്പോൾ ഫുഡ് കഴിച്ച് വന്നു. എന്താ ഫുഡ് കഴിച്ചതിൻ്റെ തെളിവാണ് പറയുന്നത്. അവിടെ കുഴപ്പമുണ്ടായിരുന്നില്ല, നല്ല അടിപൊളി ആയിരുന്നു. നൂഡിൽസ് ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇത് ബിരിയാണി കഴിച്ചത് അതൊരു ഓക്കെ ആയിരുന്നു. പിന്നെ ഇനി നമ്മൾക്ക് കോസ്കോ പോയിട്ട് നമ്മുടെ ഈ മാസത്തെ ഷോപ്പിംഗ് ചെയ്യാണ്ട് അത് ചെയ്യാൻ എൻ്റെ ഫ്രിഡ്ജും. അയ്യോ, ഞാൻ ഇന്നത് വീഡിയോ എടുക്കാൻ പറഞ്ഞു. എൻ്റെ ഫ്രിഡ്ജും വീട്ടിലെ എല്ലാ സാധനങ്ങളും കാലിയാണ്. ഇനി ഒന്നുമില്ല, അരി പോലും ഇല്ല. ഒക്കെ വാങ്ങിച്ചിട്ട് വേണം. അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. ഇനി എല്ലാം കൂടി അതിൻ്റെ മുന്നേ നമുക്ക് വേറെ ഒരു സ്ഥലത്തേക്കും കൂടി ഒന്ന് പോയിട്ട്, കാരണം ഇനി നമ്മൾ മീറ്റൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് കേട് വരുമല്ലോ. ഇപ്പോൾ സമ്മർ ആവുകൊണ്ട് അതിൽ തണുപ്പൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഒരുപാട് സമയം കാറിൽ വെക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ വേറെ എവിടേക്കെങ്കിലും പോവുകയാണെങ്കിൽ അത് പോയതിൻ്റെ ശേഷം നമ്മൾ ഫുഡും ഗ്രോസറി ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് നമ്മൾ വീട്ടിൽ പോകും. അതാണ് ഇപ്പോൾ നമ്മുടെ അടുത്ത പ്ലാൻ. പിന്നെ നെക്സ്റ്റ് സ്ഥലം ഏതാണെന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ഇനി അടുത്ത സ്ഥലത്ത് തിരി കാണാം. ഹോയ് 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 ഹോയ്
വായനെ മഞ്ചി കയറി ഒറ്റ ഒരു തവണ ഇങ്ങോട്ട് വെറുതെ ഇരുന്നുള്ള ശീലം മാത്രമേ ഉള്ളൂ എനിക്ക്. ഇത് എവിടെ കണ്ണേക്കാവിലാ? അതേതാ കായല്? ഇത് ഒറ്റയ്ക്ക് തുഴയാ, ഞാൻ അവിടെ ഇരിക്കണം. ഇത് സ്പീഡ് കുറച്ച് ഇതു എന്റെ ഡ്രൈവറാ ഇതാ. അവർക്ക് എടുത്തല്ലോക്ക് അൻ്റെ ഇതിൽ കൊള്ളും. വെള്ളത്തിന് നല്ല ലൈക്ക് നല്ല തണുപ്പല്ല, കുഴപ്പമില്ല തണുപ്പില്ല. ഇത് ഓൾറെഡി മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അത് ഇങ്ങോട്ട് വരണമെന്ന്. ഇതാ നീ സർപ്രൈസ് പറഞ്ഞേ. പിന്നെ അതെന്തായിരുന്നു? അതെവിടെയാ പിള്ളേ? ഇന്ന് അതും കുഴപ്പമൊന്നുമില്ല. ഇതോ ഇത് വെള്ളത്തിൽ പോയി കഴിഞ്ഞാൽ എന്താ ചെയ്യാ? ഇപ്പൊ ഞങ്ങളിപ്പോ പ്രോ ആയിട്ടോ ഇത് ചെയ്യ. നമ്മളെവിടെന്നാ വന്നേ? അതാണ് സ്ഥലം. ഇതോ ദൂരെന്നാ ഞങ്ങൾ വന്നത്. ഇനി അപ്പൊ ഇതുപോലെ കാറ്റുമ്പോൾ തിരിച്ചു കൊണ്ടെത്തിക്കോ? ഞങ്ങൾ ഇങ്ങോട്ട് എത്തി. ഇനി എങ്ങനെ നമ്മൾ വന്നോടെ തന്നെ എത്തുന്ന ആലോചിച്ചിരിക്കും. ഒരു പിടുത്തം കിട്ടില്ല. എന്ത് ആരാത്? ഈ തിരിക്കുമ്പോ 5 തിരിയണം. അടാ അങ്ങോട്ടൊക്കെ പോവാടാ, വാടാ. കോൺഫിഡൻസ് ആയി. ഓടിക്കാൻ പഠിച്ചില്ല ഇതോ? ഞാൻ ഓടിക്കാൻ പഠിച്ചിപ്പോ. ഇനി വേണമെങ്കിൽ ഒരു സാധനം നമുക്ക് മേടിക്കാം. എത്ര ഡോളർന്ന് പറഞ്ഞേ? 100? 100 ഉണ്ടാവുള്ളൂ എന്ന് പറയണേ. ഇതോ 300? റെന്റിനെടുക്ക 300. ഇങ്ങനത്തെ ഇത് മാർക്കറ്റ് പ്ലേസിലൊക്കെ കാണാലോ. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. വാച്ചിലെ ബാറ്ററി തീർന്നു. 10% ഇറങ്ങി. ഇങ്ങോട്ട് പോകുമ്പോഴേ സൂര്യ കണ്ടടിക്കുന്നത്. അത് നല്ല അടിപൊളിയായിരുന്നു. അതാണ് ഫ്രണ്ട്. നമ്മൾ തിരിച്ചു പോവാണ്. കാരണം നമുക്ക് കോസ്കോ പോയി നമ്മൾ സാധനങ്ങൾ വാങ്ങിച്ച് പിന്നെ മിഥുവിന് നാളെ വണ്ടിയിൽ ഓയിൽ ചേഞ്ച് ചെയ്യാണ്. അപ്പം അതിനവന് ഓയിലൊക്കെ മേടിക്കണം. അത് 9 മണി വരെ ഉണ്ടാവുള്ളൂ കനേഡിയൻ ടയർ. അപ്പം അത് 9 മണി വരെ ഉണ്ടാവുള്ളൂ. അവിടെ നിന്ന് മേടിക്കണേ? ഇവിടുന്ന് മേടിച്ചിട്ട് പോകണത് നല്ലേ. അത് സമയം പിടിച്ചു പോകണ്ടല്ലോ. എടാ അതിൻ്റെ മേലൊരു ബെഞ്ച് ഉണ്ട് ജി. അവിടെ വല്ല ട്രെയിൽ അങ്ങനെ വല്ലതും ഉണ്ടോ? സ്കൂട്ടറോ? ഭയങ്കര സൂര്യൻ കസേര കാണിച്ചു തരാം. കസേര ഉണ്ടോ? നമ്മള് കോസ്കോയിലെത്തി. നോക്കിയേ ആ സാധനം. പിന്നത്തെ ലൈഫ് ജാക്കറ്റ് ഇത് $40. ഇതോ ഇനി ഫാർമസി വേണ്ട. ഇനി ഫേസ് വാഷ് വേണം. ഓ മൈ ഗോഡ്. അപ്പുറത്തെ സൈഡിലാണ് ഫേസ് വാഷ് മേടിച്ചു. സത്യത്തിലുണ്ട് ഷാമ്പു കഴിഞ്ഞാൽ നമുക്ക് ഷോപ്പേഴ്സിന് മേടിക്കണം. എല്ലാ പ്രാവശ്യം അതാ പറയും. ഞാൻ വീഡിയോ എടുത്തോണ്ടിരുന്നാൽ ഞാൻ വാങ്ങിക്കലൊന്നും നടക്കൂല. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്തെങ്കിലും കാണുകയാണെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാം. ബാക്കി സാധാ നമ്മളെപ്പോഴും പർച്ചേസ് ചെയ്യുന്ന പോലൊക്കെ തന്നെ നമ്മുടെ സാധാ സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. അപ്പം എന്നാ ഇതൊക്കെ വാങ്ങിച്ചിട്ട് ഈ കാർട്ട് ഇങ്ങോട്ട് ഫില്ലാക്കിയിട്ട് കാണാം. ഇത് 2 ഇങ്ങനെ മേടിക്കുക. ഇതിന് ഒരെണ്ണത്തിന് നമ്മൾ എത്ര കൊടുത്താൽ മേടിക്കല്?
$7. ഇവിടെ രണ്ടെണ്ണത്തിന് $11. 700 ml കെച്ചപ്പിന് നമ്മൾ $7 എടുത്ത് മേടിക്കും. അതേസമയം ഇവിടെ 1.5 ലിറ്ററിൻ്റെ കെച്ചപ്പ് 2 എണ്ണത്തിന് $11 ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ സാധനങ്ങളുടെ മൊത്തത്തിലെ ആ ഒരു എക്സ്പെൻസിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ എല്ലാ മാസവും വരുന്നത്. നമുക്ക് ഇവിടെ ഏറ്റവും ലാഭത്തിൽ കിട്ടുന്ന സാധനമാണ് ചിക്കൻ. ഇതിൻ്റെ ഒന്ന് പറഞ്ഞിടും. ഇതോ ഒരു കോഴിക്ക് നമ്മൾ എത്ര കൊടുത്താൽ വാങ്ങിക്കാറ്? അവിടെയാണെങ്കിൽ 15, 17, ചിലപ്പോൾ $20 വരെയൊക്കെ ഉണ്ടാവും. ഇതിന് 3 എണ്ണത്തിന് $31. അത് 3 എണ്ണ ഓൾമോസ്റ്റ് എത്ര kg വരും? 5 കിലോ നമ്മൾക്ക് $31. അപ്പോൾ അതൊരു ഭയങ്കര നല്ല ഡീലാണ്. അപ്പോൾ നമ്മളിത് മുറിച്ച് സെറ്റാക്കി ഫ്രീസറിൽ കയറ്റും. പിന്നെ നമുക്ക് 1 മാസത്തിന് അത് നല്ല സിമ്പിളായിട്ട് പോകും. ഇരിക്കോട്ടെ. ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ചു. ഇതൊക്കെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറ്റണം. ഇതൊക്കെ ഇനി നമുക്ക് ഇതിലേക്ക് വെക്കണം. പക്ഷെ അത്രയും വീഡിയോ എടുക്കാനുള്ള ചാർജ് എൻ്റെ ഫോണിലില്ല. എൻ്റെ ഫോണിപ്പോൾ സ്വിച്ച് ഓഫ് ആവും. അപ്പോൾ എന്തായാലും എൻ്റെ ഫോണിപ്പോൾ സ്വിച്ച് ഓഫ് ആവും. ഇനി ഇതിൻ്റെ ബാക്കി എടുക്കാൻ പറ്റൂലെന്നൊന്നും എനിക്കറിയില്ല. ഇത്രയും സാധനങ്ങൾ ഇനി വണ്ടി കയറ്റിയിട്ട് നമുക്ക് ഇനി അടുത്തത് ഇനി മേടിക്കാണ്ട്. കേരള ഗ്രോസറി സ്റ്റോറിൽ പോകണം. കുറച്ച് തേങ്ങയും കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാണ്ട്. അതും കൂടി മേടിച്ച് നമ്മൾ വീട്ടിൽ പോകും. ഇനി നമുക്ക് നമ്മുടേതായ കുറച്ച് സാധനങ്ങളും കൂടി വാങ്ങിക്കാനുണ്ട്.